ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി റിതുവിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. കോടതി നാളെ കേസ് പരിഗണിക്കും. മുനമ്പം ഡിവൈഎസ്പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ മാസം 16-ാം തീയതി വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. ചേന്ദമംഗലത്ത് വീട്ടിൽ കയറി ദമ്പതികളെയും മകളെയും തലക്കടിച്ച് കൊന്ന കേസാണ്. യഥാർത്ഥത്തിൽ പ്രതി മയക്കുമരുന്ന് അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണെന്നും അതിന്റെ വിൽപ്പനയുള്ള ആളാണെന്നും ലഹരി ഉപയോഗിച്ച് ഇയാൾക്ക് മാനസികമായിട്ടെന്തോ പ്രശ്നങ്ങളുണ്ടെന്നും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇയാളുടെ അമ്മ റെഡിയാക്കി വെച്ചിരുന്നെന്നും ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇയാൾ ഓരോ തവണ പോലീസ് പിടിക്കുമ്പോഴും രക്ഷപ്പെട്ട് പോരുകയായിരുന്നു എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്, ഇത്രയും ദിവസത്തെ തെളിവെടുപ്പും അന്വേഷണവും കൊണ്ട് സ്ഥിരീകരിക്കുന്നത് ഋതുവിന് മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നതാണ്. അയാൾ കംപ്ലീറ്റ്ലി നോർമലാണ്. അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത്, അയാൾ ഈ കൊലപാതകത്തിൽ ഇത്ര ക്രൂരമായി ഏർപ്പെടുന്ന സമയത്ത് അയാൾ യാതൊരു വിധത്തിലുള്ള ലഹരിയും ഉപയോഗിച്ചിരുന്നില്ല എന്നതുകൂടിയാണ്. സത്യത്തിൽ ഇങ്ങനൊരു കാര്യം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് ഇയാൾക്ക് ഇത്ര ഒരു ക്രൂരകൃത്യം ചെയ്യാൻ സാധിച്ചു? അതുപോലെ തന്നെ പോലീസ് ഇപ്പോൾ ഇയാൾക്ക് മാനസികമായി പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന പോലീസ് എന്തുകൊണ്ട് മുൻപ് ഇയാളുടെ അമ്മ ഹാജരാക്കിയ ആ മാനസിക ആരോഗ്യമില്ല എന്ന ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ഇയാളെ വിട്ടുകൊണ്ടിരുന്നു? എന്തുകൊണ്ട് അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് അവർ അന്വേഷിക്കാതെ പോയി? അതിനുള്ള ബാധ്യത കേരള പോലീസിനില്ലേ? അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായും ഈ 3 പേരും ജീവനോടെ ഇപ്പോൾ ഇരിക്കുമായിരുന്നില്ലേ? 5 ദിവസത്തേക്കാണ് ഇപ്പോൾ പ്രതി ഋതുവിനെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് അപേക്ഷ വെച്ചിരിക്കുന്നത്. അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അപേക്ഷ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെള്ളിയാഴ്ച ഋതുവിനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു. ഇയാളെ തല്ലാൻ വരുന്ന രീതിയിലൊക്കെ ആളുകൾ പ്രതികരിക്കുകയും 1-2 അടിയൊക്കെ അദ്ദേഹത്തെ വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ പോലീസുകാർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു അതിനിടയിൽ നിന്നും ഋതുവിനെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ഇനി തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മരണപ്പെട്ടത് വിനീഷയുടെ അമ്മ ഉഷ, അതുപോലെ അച്ഛൻ വേണു എന്നിവരാണ്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ക്രിട്ടിക്കലായിട്ട് ഒരു സർജറിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ക്രിട്ടിക്കലായി തന്നെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ ഹോസ്പിറ്റലിൽ തുടരുകയാണ്. 2 മക്കൾ ഉള്ളത് ബന്ധുക്കളുടെ സുരക്ഷയിലാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവ് മക്കളെയും ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കുകയും അതുപോലെ സർക്കാർ ഈ കുട്ടികളുടെ ചികിത്സയും തുടർന്നുള്ള പഠനവും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്നതിനെ പറ്റി ചിന്തിക്കും, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള തീരുമാനം സംസാരിച്ചതിന് ശേഷം അറിയിക്കും എന്ന രീതിയിൽ ഉറപ്പ് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഋതു എന്ന പ്രതി നാട്ടുകാർക്കൊരു വലിയ ശല്യമാണെന്ന് തുടരെ ആളുകളിൽ നിന്ന് പരാതി വന്നിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല? അതൊരു ഗുരുതര കുറ്റമല്ല. അതുകൊണ്ടല്ല ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത്. ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ നടക്കില്ലല്ലോ എന്നതിനെ സംബന്ധിച്ച് ഈ ബന്ധുക്കളും നാട്ടുകാരും തന്നെ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ അതേപറ്റി എന്തായാലും ഒരു അന്വേഷണം നടത്താം, എന്തുകൊണ്ട് വടക്കേക്കര പോലീസ് ഈ ഋതുവിൻ്റെ പേരിൽ യാതൊരു നടപടിയും എടുത്തില്ല എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്താം എന്നാണ് ഇപ്പോൾ ഉറപ്പ് തന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അജിത്തിനൊപ്പം മെറീന ഡേസി, കർമ്മ ന്യൂസ്.